ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടക്കും. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്നും വിശാല ഭരണഘടനാ ബെഞ്ചിൽ നടക്കുക. കേസിൽ ദേവസ്വം ബോർഡിന്റെ വാദം പൂർത്തിയായിരുന്നു. പി ആർ അരവിന്ദുണ്ട് വിവരങ്ങളുമായി. അരവിന്ദ്, എന്തായാലും ഇന്ന് ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്ന് നടക്കുക. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുവദില്ല ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം തുടരുകയാണ്. പ്രധാനമായും ഈ ഹർജികളെ പുനഃപരിശോധന ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേൾക്കുക. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ അടക്കം വാദം പൂർത്തിയായിരുന്നു. പ്രധാനമായും ദേവസ്വം ബോർഡ് പൂർത്തിയായത് എല്ലാ സ്ത്രീകളെയും ഇത്തരത്തിൽ ശബരിമലയിൽ വിലക്കുന്നില്ല. 10 വയസ്സിന് താഴെയും അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമുണ്ട്. ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് വിലക്കില്ലെന്നും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം ചില നിരീക്ഷണങ്ങളെല്ലാം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ദശലക്ഷക്കണക്കിന് വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായത്. എന്തായാലും വാദം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇത്തരത്തിൽ തങ്ങളുടെ വാദങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപാകെ നിരത്തിയിട്ടുണ്ട്. എന്തായാലും വാദം കുറച്ച് ദിവസം കൂടി നീളുമെന്നതാണ് മനസ്സിലാക്കുന്നത്. 9 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഹർജികളിൽ വാദം കേൾക്കാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ സ്ത്രീ പ്രവേശനത്തെ എതിർത്ത് തന്നെയാണ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ നിരത്തിയിരിക്കുന്നത്. ദിൽനാനു. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും പി ആർ അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.